ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. എൻ്റെ പേര് മിഥുന. ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിലെ ഒരു PhD സ്കോളറാണ്. ഇന്ന് നമ്മൾ +2 ക്ലാസ്സിലെ ബോട്ടണിയിലെ ആദ്യത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്, റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ്. ഇന്ന് വളരെ കുറച്ച് ടോപ്പിക്കേ നമ്മൾ എടുക്കുന്നുള്ളൂ, കാരണം ഫസ്റ്റ് ക്ലാസ് ആണല്ലേ. അപ്പോൾ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾക്കുള്ള സജഷൻസ്, അതുപോലെ എന്തൊക്കെ മാറ്റമാണ് വരുത്തേണ്ടത് എന്നൊക്കെ ദയവായി കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് us ഡിസ്കസ് അബൌട്ട് ലൈഫ് സ്പാൻ. എന്താണ് ലൈഫ് സ്പാൻ? ഇറ്റ് ഈസ് എ പീരീഡ് ഫോർ വിച്ച് ആൻ ഓർഗാനിസം ലീവ്സ്. അതായത് ഏതെങ്കിലും ഒരു ജീവജാലം, അതിപ്പോൾ ഒരു ആനിമൽ ആകാം, പ്ലാന്റ് ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൈക്രോ ഓർഗാനിസം ആവാം, അത് ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമുണ്ടല്ലോ, അതിനെയാണ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. ആ ഒരു ടൈം പീരീഡ്, ദാറ്റ് ഈസ് ഫ്രം ബർത്ത് ടു ഇറ്റ്സ് നാച്ചുറൽ ഡെത്ത്. അതിൻ്റെ ജനനം മുതൽ നാച്ചുറൽ ഡെത്ത് വരെ, അതായത് അത് ജനിച്ച് അതിൻ്റെ ആ ഒരു ഗ്രോത്ത് ഫേസസിൽ കൂടെയൊക്കെ കടന്നു പോയി റീപ്രൊഡക്ഷൻ കഴിഞ്ഞു, അതിൻ്റെ ആ എല്ലാ ഗ്രോത്ത് ഫേസസും കഴിഞ്ഞ് സെനസെൻസിലെത്തി, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഓൾഡ് ഏജിലെത്തി നോർമലായി ഡെത്ത് സംഭവിക്കുമല്ലോ, അതുവരെയുള്ള എൻറ്റയർ ടൈം പീരീഡ്, അതിനെയാണ് ലൈഫ് സ്പാൻ അഥവാ ആയുസ് എന്ന് നമ്മൾ പറയുമല്ലോ, അത്. ഇനി നമ്മുടെ ഈ ഒരു ആയുസ് അഥവാ ലൈഫ് സ്പാനും അതിൻ്റെ ആ ഒരു ഓർഗാനിസത്തിൻ്റെ സൈസുമായിട്ട് കോറിലേഷൻ ഒന്നും ഇല്ല. കാരണം ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആന ഭയങ്കര വലിയ ഒരു ഓർഗാനിസം ആണല്ലേ, ഒരു വലിയ ആനിമലാണ്. പക്ഷെ ചിലപ്പോൾ ആനയെക്കാളും ലൈഫ് സ്പാനുള്ള മറ്റ് ആനിമൽസ് ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ, ഏറ്റവും കൂടുതൽ ആനിമൽസിൽ ഏറ്റവും ലോങ്ങസ്റ്റ് ലൈഫ് സ്പാൻ ഉള്ളത് ടോർട്ടോയ്സിനാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആമ എന്ന് പറഞ്ഞാൽ അത്ര വലിയ സൈസുള്ള ഒരു ഓർഗാനിസം ഒന്നുമല്ല, ഒരു ചെറിയ ഓർഗാനിസമാണ്. പക്ഷെ അതിനാണ് 150 വർഷത്തോളം ലൈഫ് സ്പാൻ ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഇറ്റ് ഈസ് നോട്ട് നെസസറിലി കോറിലേറ്റഡ് വിത്ത് ദ സൈസ് ഓഫ് ഓർഗാനിസംസ്. നമ്മുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നതും നമ്മുടെ ഒരു ഓർഗാനിസത്തിൻ്റെ സൈസും കോറിലേറ്റഡ് ആണെന്ന് പറയാൻ സാധിക്കുകയില്ല. ഇനി നമ്മൾ പറഞ്ഞു ഏറ്റവും ലോങ്ങസ്റ്റ് ലൈഫ് സ്പാൻ ഉള്ള ആനിമൽ ടോർട്ടോയ്സ് ആണ്, 150 വർഷമെന്ന്. ഏറ്റവും ഷോർട്ടസ്റ്റ് ലൈഫ് സ്പാൻ ആർക്കാണ്? മെയ് ഫ്ലൈക്കാണ്. മെയ് ഫ്ലൈക്ക് ഒരു ദിവസത്തെ ആയുസേ ഉള്ളൂ. സോ നമ്മൾ ലൈഫ് സ്പാൻ എന്ന് ചോദിക്കുമ്പോൾ മനസ്സിലാക്കുക, ആ ഒരു ബർത്ത് ടു നാച്ചുറൽ ഡെത്ത് വരെയുള്ള ഒരു ടൈം പീരീഡ്, ആ ഒരു ഓർഗാനിസം ജീവിച്ചിരിക്കുന്ന ആ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ആ ഒരു ടൈം പീരീഡ്, ആ ഒരു ടൈം പീരീഡിനെയാണ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ലൈഫ് സ്പാനുള്ള ആനിമൽ ആരാണ്? ടോർട്ടോയ്സ് ആണ്, 150 years. ഏറ്റവും കുറവ് ലൈഫ് സ്പാനുള്ള ആനിമൽ ഏതാണ്? മെയ് ഫ്ലൈ ആണ്, ഒരു ദിവസം മാത്രമാണ് അതിൻ്റെ ലൈഫ് സ്പാൻ. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു സ്ലൈഡിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ലൈഫ് സ്പാൻ ഓഫ് ഡിഫറെൻറ്റ് ഓർഗാനിസം. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഒരു ടേബിളാണിത്. ഡിഫറെൻറ്റ് ഓർഗാനിസത്തിൻ്റെ ലൈഫ് സ്പാൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് ജസ്റ്റ് ഒന്ന് ബൈഹാർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക, കാരണം ഇതിൽ നിന്ന് ചിലപ്പോൾ ചോദിക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടത് നമ്മുടെ മെയ് ഫ്ലൈയുടെ കാര്യം ഓർക്കണം, 1 day മാത്രമാണെന്ന് ഓർക്കണം. ടോർട്ടോയ്സ് 150 years ആണ്. അതുപോലെ നോക്കിക്കേ, ചോദിച്ചിട്ടുള്ളത് എലിഫൻറ്റിൻ്റെ 65 years ആണ്, ഓർക്കണം. അതുപോലെ ഹ്യൂമൻ ബീയിങ്ങിൻ്റെത് 100 years എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിൻ്റെയും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരു ടേബിള് നിന്ന് മിക്കവാറും ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് റീപ്രൊഡക്ഷൻ. Reproduction is an essential life process where an organism produces the offspring of its own type. അപ്പോൾ ഓർക്കുക, റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും എസെൻഷ്യൽ ആയ ഒരു ലൈഫ് പ്രോസസ്സാണ്. എന്താണ് ഇതിൽ സംഭവിക്കുന്നത്? ഒരു ന്യൂ ഓഫ്സ്പ്രിങ് ഉണ്ടാവുകയാണ്. ഈ ഓഫ്സ്പ്രിങ് നമ്മളുടെ സെയിം ടൈപ്പ് ആയിരിക്കണം. അതായത് ഇപ്പോൾ ഓർത്ത് നോക്കുക, ഒരു കോഴി അത് റീപ്രൊഡ്യൂസ് ചെയ്തുണ്ടാവുന്നത് ഡെഫിനറ്റ്ലി ഒരു കോഴിക്കുഞ്ഞായിരിക്കും, അല്ലാതെ ഒരു തത്തക്കുഞ്ഞിനെയോ ഒരു താറാവും കുഞ്ഞിനെയോ ഒന്നും അത് പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ ഓർക്കുക, നമ്മുടെ ഓൺ ടൈപ്പ്, നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സെയിം സ്പീഷീസ് ആയിരിക്കും, നമ്മുടെ സെയിം ജനറ്റിക് ട്രൈറ്റ്സ് ആയിരിക്കും. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് മിയർലി എ പ്രോസസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ബട്ട് ആൻ എലാബറേറ്റ് മെക്കാനിസം ത്രൂ വിച്ച് ദ ജനറ്റിക് ക്യാരക്ടർ of one generation is passed on to the next. റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ മിയർലി
ഒരു മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ നമ്പർ ഇൻക്രീസ് ചെയ്യാവുന്ന ഒരു പ്രോസസ്സ് മാത്രമല്ല. എന്താണ് അത്? നമ്മളുടെ ജനറ്റിക് ക്യാരക്ടേഴ്സ്. ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഉയരം കുറവാണെങ്കിൽ കുട്ടിക്കും ഉയരം കുറവാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താ, നമ്മുടെ ആ ജനറ്റിക് ട്രയറ്റ്സ് അല്ലെന്നുണ്ടെങ്കിൽ എന്താ, ഇപ്പോൾ കുരങ്ങ്, അതിന് വാലുണ്ട്, അടുത്ത ജനറേഷനിലേക്കും ആ ഒരു ട്രയറ്റ് ട്രാൻസ്ഫർ ആവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഓരോ സ്പീഷീസിൻ്റെയും ജനറ്റിക് ട്രയറ്റ്സ് അടുത്ത ഓസ്പ്രിങ്സിലേക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ആകുക എന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം ഈ റീപ്രൊഡക്ഷൻ വഴി നടക്കുന്നുണ്ട്. നമുക്കറിയാം അല്ലേ, DNA, അതുവഴിയാണ് നമ്മുടെ ഒരു ജനിതക ഘടന അടുത്ത ജനറേഷനിലേക്ക് പോകുന്നത്. And there exists diverse variety of organisms in this universe and their multiplication depends upon their habitat, internal physiology and on several other factors. അപ്പോൾ എന്താ, നമുക്ക് ഈ ലോകത്ത് ലക്ഷോപലക്ഷം ജീവജാലങ്ങളുണ്ട്. അവരുടെ ഒക്കെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹാബിറ്റാറ്റിനെ, നമ്മുടെ സറൗണ്ടിങ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുപോലെ എന്താ, നമ്മുടെ ഇന്റേണൽ ഫിസിയോളജിയെ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ പല പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ നെക്സ്റ്റ് ജനറേഷന്റെ ഫോർമേഷൻ നടക്കുന്നത്. ഓക്കെ, ഇനി റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട് മെയിൻലി: സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. എന്താണ്? ഇൻ ദിസ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ only a single parent is involved. അപ്പൊ എന്താ, അസെക്ഷൽ ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷനിൽ ഒരൊറ്റ പേരന്റേ ഉള്ളൂ. ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസസ് ദ ഓഫ്സ്പ്രിങ് വിതൗട്ട് ദ ഇൻവോൾവ്മെന്റ് ഓഫ് ഗാമേറ്റ് ഫോർമേഷൻ ആൻഡ് ഇറ്റ്സ് ഫ്യൂഷൻ. അപ്പോൾ അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഗാമേറ്റ് ഫോർമേഷനും അതിന്റെ ഫ്യൂഷനും ഒന്നുമില്ല. ഒരു സിംഗിൾ പേരന്റ് മാത്രമാണ് അസെക്ഷൽ റീപ്രൊഡക്ഷനിലുള്ളത്. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷനിൽ എന്താണ് സംഭവിക്കുന്നത്? 2 parents are involved and fusion of 2 different gametes occurs. അതായത് അച്ഛൻ്റെയും അമ്മയുടെയും ഗാമേറ്റ്സ് തമ്മിൽ മേറ്റ് ചെയ്ത് ഫ്യൂസ് ചെയ്തിട്ടാണ് ഒരു നെക്സ്റ്റ് ഓഫ്സ്പ്രിങ് ഉണ്ടാവുന്നത്. അതാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ ഓർക്കേണ്ട കാര്യം, അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഒരൊറ്റ പേരന്റേ ഉള്ളൂ. ഗാമേറ്റ് ഫോർമേഷനും ഫ്യൂഷനും ഒന്നും അതിലില്ല. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ 2 പേരൻസ് ഇൻവോൾവ് ആയിട്ടുണ്ട്. അതുപോലെ ഗാമെറ്റിക് ഫ്യൂഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞല്ലേ, ഇൻ ദിസ് മെത്തേഡ് എ സിംഗിൾ പാരന്റ് ഈസ് കേപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് ഓഫ്സ്പ്രിങ്. അതായത് അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഒരു സിംഗിൾ പാരന്റ് മാത്രമേ ഇൻവോൾവ് ആയിട്ടുള്ളൂ. ദ ഓഫ്സ്പ്രിങ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആർ ഐഡന്റിക്കൽ ടു ദയർ പേരൻസ്. അപ്പോൾ എന്താണ്, പുതിയതായിട്ടുണ്ടാവുന്ന ഓഫ്സ്പ്രിങ്സ് അതിന്റെ പേരൻസിനെ പോലെ തന്നെ ആയിരിക്കും, ഐഡന്റിക്കൽ ആയിരിക്കും അസെക്ഷൽ റീപ്രൊഡക്ഷന്റെ കാര്യത്തിൽ. എന്നാൽ ഹ്യൂമൻ ബീങ്സിന്റെ കാര്യം നോക്കിക്കേ, സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണല്ലേ. അപ്പോൾ എക്സാക്ട് ഐഡന്റിക്കൽ ഓഫ്സ്പ്രിങ്സ് ആവണമെന്നില്ല. കാരണം അച്ഛൻ്റെയോ അമ്മയുടെയോ രൂപത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രൂപമായിരിക്കും നമുക്ക്. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സഹോദരങ്ങൾ തമ്മിലാണെങ്കിൽ തന്നെ ഒരു വിസിബിൾ ഡിഫറൻസ് ഉണ്ടാവും. കാരണം എല്ലാ ക്യാരക്ടേഴ്സും പേരൻസിന്റെ തന്നെ ആവണമെന്നില്ല. എന്നാൽ ആ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ എക്സാക്ട് കോപ്പീസ് ആയിരിക്കും. ഇതിനെ ക്ലോൺസ് എന്നാണ് പറയുന്നത്. ക്ലോൺസ് മീൻസ് എന്താണ്, ഓഫ്സ്പ്രിങ് പ്രൊഡ്യൂസ്ഡ് ബൈ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ദേ ആർ എക്സാക്ട് കോപ്പീസ് ഓഫ് ദ പേരന്റ് ആൻഡ് ആർ ഐഡന്റിക്കൽ ടു വൺ അനദർ. അതായത് ഇപ്പൊ ആലോചിക്കുക, ഒരു അമീബ സെല്ല് ബൈനറി ഫിഷൻ വഴി റീപ്രൊഡ്യൂസ് ചെയ്തു, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. 2 ഡോട്ടർ അമീബ സെൽസ് ഉണ്ടായി. ഈ 2 ഡോട്ടർ സെൽസും ഈ ഒരു പേരന്റ് സെല്ലും, അങ്ങനെ 3 സെൽസും ഐഡന്റിക്കൽ ആയിരിക്കും, എക്സാക്ട് കോപ്പീസ് ആയിരിക്കും. അപ്പം മനസ്സിലാക്കുക, അസെക്ഷൽ റീപ്രൊഡക്ഷൻ സിംഗിൾ പേരന്റ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ എക്സാക്ട് കോപ്പീസ്, ക്ലോൺസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡിഫറെന്റ് മോഡ്സ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, വിച്ച് ഇൻക്ലൂഡ്സ് സെൽ ഡിവിഷൻ, ബൈനറി ഫിഷൻ, ബഡ്ഡിംഗ്, സൂസ്പോസ്, കൊണീഡിയ, ജെമ്യൂൾസ് ആൻഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. നമുക്ക് ഓരോന്നിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. അപ്പോൾ ഡിഫറെന്റ് മോഡ്സ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് സെൽ ഡിവിഷൻ. സെൽ ഡിവിഷനിൽ എന്താ സംഭവിക്കുന്നത്? പേരന്റ് സെൽ ഡിവൈഡ്സ് ടു ഫോം ന്യൂ ഇൻഡിവിജ്വൽസ്. അപ്പോൾ ഒരു പേരന്റ് സെല്ല് ഡിവൈഡ് ചെയ്ത് പുതിയ ഇൻഡിവിജ്വൽസ് ഉണ്ടാവുന്നു. യൂഷ്വലി സെൽ ഡിവിഷൻ വഴി റീപ്രൊഡക്ഷൻ നടത്തുന്നത് മൊണീറാസ് ആൻഡ് പ്രൊട്ടിസ്റ്റുകളാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, കിങ്ഡം ഒക്കെ പഠിച്ചപ്പോൾ പഠിച്ചതാണ് മൊണീറാസ് ആൻഡ് പ്രൊട്ടിസ്റ്റസ്.
നെക്സ്റ്റ് വൺ ഈസ് ബൈനറി ഫിഷൻ. ബൈനറി ഫിഷൻ നമ്മൾ പറഞ്ഞ പോലെ അമീബയിൽ അതുപോലെ പാരമീസിയത്തിലൊക്കെയാണ് ഉള്ളത്. ഇതിലെന്താ സംഭവിക്കുന്നത്? പേരന്റ് ഓർഗാനിസം ഡിവൈഡ്സ് ഇൻ ടു 2 ഡോട്ടർ ഓർഗാനിസംസ്. നമ്മളിവിടെ ഫിഗർ ശ്രദ്ധിക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും. നല്ലൊരു ഫിഗർ ആണല്ലേ. ഒരു അമീബ എന്ന് പറഞ്ഞാൽ ഇറഗുലർ ഷേപ്പ് ആയിരിക്കും. അതിനൊരു ന്യൂക്ലിയസ് ഉണ്ട്, അതുപോലെ സൈറ്റോപ്ലാസം ഉണ്ട്. ഫസ്റ്റ് ഫിഗർ അതൊരു പാരന്റ് സെല്ലാണ്. ഇതിന് ഡിവിഷൻ, ബൈനറി ഫിഷൻ സംഭവിക്കുകയാണ്. അതായത് ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യുന്നു, സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ 2 ഡോട്ടർ സെൽസ് ഉണ്ടാവുന്നു. നോക്കുക, ഈ ഒരു പേരന്റ് സെല്ലിന്റെ ഐഡന്റിക്കൽ ആയിട്ടുള്ള 2 ഡോട്ടർ സെൽസിനെയാണ് ബൈനറി ഫിഷൻ വഴി ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഓഫ് അമീബ ആൻഡ് പാരമീസിയം എന്താണ്? ബൈനറി ഫിഷൻ ആണ്. ഒരു സിംഗിൾ പേരന്റിൽ നിന്ന് 2 ഐഡന്റിക്കൽ കോപ്പീസ് കിട്ടിയിരിക്കുന്നു. ഫിഗറിൽ നിന്ന് വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ബഡ്ഡിംഗ്. ബഡ്ഡിംഗ് എന്താണ്? The daughter organism arises from the parent's body as an outgrowth. ആ ഫിഗർ ശ്രദ്ധിച്ചാൽ അറിയാലേ. ബഡ്ഡിങ് എന്തിലൊക്കെയാ ഉള്ളത്? ഈസ്റ്റ് അതുപോലെ ഹൈഡ്രയിലൊക്കെയാണ് ഈ ബഡ്ഡിങ് നടക്കുന്നത്. ഫസ്റ്റ് ഫിഗർ നോക്കുക, ഒരു പാരന്റ് സെല്ലാണ്. അതിൻ്റെ ബോഡിയിൽ ഒരു ഡെവലപ്മെന്റ് നടക്കുകയാണ്, ഒരു ഔട്ട് ഗ്രോത്ത് ഉണ്ടാവുകയാണ്, ഒരു പുതിയ ബഡിന്റെ ഒരു ഔട്ട് ഗ്രോത്ത്. ആ ഒരു ഔട്ട് ഗ്രോത്ത് പിന്നീട് ഒരു ന്യൂ ബഡായിട്ട് ഫോം ചെയ്തു. അത് ഡെവലപ്പ് ചെയ്തൊരു ന്യൂ ഈസ്റ്റ് ആകുന്നു. അത് പിന്നീട് ഒരു ചെയിൻ ഓഫ് റിയാക്ഷൻസ് അല്ലെങ്കിൽ ഇതേ രീതിയിൽ പുതിയ 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 ഈസ്റ്റ് സെല്ലുകൾ രൂപപ്പെടുകയാണ്. അപ്പോൾ ഈസ്റ്റ് എന്നുള്ളത് ഒരു ഫിലമെന്റസ് ഫോമിലാണ്. അത് ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു ഔട്ട് ഗ്രോത്ത് ഉണ്ടാവുന്നു, അതൊരു ന്യൂ ബഡായിട്ട് ഫോം ചെയ്യുന്നു, വീണ്ടും ഔട്ട് ഗ്രോത്ത് ഉണ്ടാവുന്നു, വീണ്ടും ഒരു ന്യൂ ബഡ് ഉണ്ടാവുന്നു. അങ്ങനെ ഒരു ഫിലമെന്റസ് രീതിയിൽ ഈ ഒരു ഈസ്റ്റ് ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ബഡ്ഡിങ് നടക്കുന്ന മറ്റൊരു ഓർഗാനിസമാണ് ഹൈഡ്ര. ഹൈഡ്രയിലും ഒരു ഔട്ട് ഗ്രോത്ത് ഉണ്ടാകുന്നു, പിന്നീട് അത് നിലത്ത് വീണ് അടുത്ത ഒരു ഹൈഡ്ര ചെടിയായിട്ട് വളരുന്നു. ഇതാണ് സംഭവിക്കുന്നത്. നെക്സ്റ്റ് ഒരു ഗ്രൂപ്പ് ഓഫ് ഫിഗേഴ്സ് ഉണ്ടല്ലേ. എന്തൊക്കെയാണ്? ആദ്യത്തെ ഫിഗർ സൂസ്പോസ് ആണ് കാണിച്ചിരിക്കുന്നത്. ക്ലാമിഡോമോണാസ്. ക്ലാമിഡോമോണാസിൽ സൂസ്പോ ഫോർമേഷൻ ആണ് നടക്കുന്നത്. എന്താണ് സൂസ്പോസ്? ദേ ആർ മൈക്രോസ്കോപ്പിക് മോട്ടൈൽ സ്ട്രക്ചേഴ്സ് വിച്ച് ഡെവലപ്സ് ഇൻ ടു ന്യൂ ഓർഗാനിസംസ്. അപ്പോൾ ക്ലാമിഡോമോണാസ് എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു ഓർഗാനിസമാണ്. അപ്പോൾ ഇതിൽ മൈക്രോസ്കോപ്പിക് മോട്ടൈൽ സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യും. അതാണ് ഈ സൂസ്പോസ്. ഇത് പിന്നീട് ന്യൂ ഓർഗാനിസം ആയിട്ട് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഓർക്കുക, ക്ലാമിഡോമോണാസിലെ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ എന്താണ്? സൂസ്പോർ ഫോർമേഷൻ ആണ്. നെക്സ്റ്റ് ഫിഗർ നോക്കുക. രണ്ടാമത്തെ ഫിഗർ എന്താണ്? ഒരു കൊണീഡിയാണ് കൊടുത്തിട്ടുള്ളത്. കൊണീഡിയ ഇൻ പെൻസിലിയം. എന്താണ് കൊണീഡിയ? നോൺ മോട്ടൈൽ എക്സോജീനസ്ലി പ്രൊഡ്യൂസ്ഡ് അസെക്ഷൽ സ്ട്രക്ചേഴ്സ് ആണ്. നമ്മൾ പറഞ്ഞു സൂസ്പോസ് മോട്ടൈൽ ആണ്, മൂവ് ചെയ്യും. കൊണീഡിയ എന്ന് പറയുന്നത് മൂവ് ചെയ്യത്തില്ല, നോൺ മോട്ടൈൽ ആണ്, എക്സോജീനസ്ലി പ്രൊഡ്യൂസ്ഡ് ആണ്, അതായത് പുറമേ ഉണ്ടാവുന്നതാണ്. എക്സോജീനസ്ലി പ്രൊഡ്യൂസ്ഡ് അസെക്ഷൽ സ്ട്രക്ചേഴ്സ്. പെൻസിലിയത്തിലാണ് കൊണീഡിയ കാണപ്പെടുന്നത്. അപ്പോൾ ഓർക്കുക, സൂസ്പോസ് ക്ലാമിഡോമോണാസിലാണ്, അവ മോട്ടൈലാണ്. അതായത് ഒരു വലിയ ക്ലാമിഡോമോണാസിന്റെ ഉള്ളിലാണ് ഈ ഒരു സൂസ്പോർ ഫോർമേഷൻ നടന്ന് പിന്നീട് അത് ബ്രേക്ക് ആയിട്ടാണ് ഈ ക്ലാമിഡോമോണാസ് കുഞ്ഞുങ്ങളെല്ലാം കൂടെ പുറത്തേക്ക് വരുന്നത്. എന്നാൽ നെക്സ്റ്റ് വൺ ഈസ് പെൻസിലിയം. പെൻസിലിയത്തിന്റെ കൊണീഡിയ എന്ന് പറയുന്നത് നോൺ മോട്ടൈലാണ്, എക്സോജീനസ് ആണ്. എക്സോജീനസ് മീൻസ് അത് പുറത്താണ്. പുതിയ പുതിയ കൊണീഡിയ ഇങ്ങനെ ഫോം ചെയ്ത് പുതിയ പെൻസിലിയം സ്പീഷീസ് പ്രൊഡ്യൂസ് ആവുകയാണ് ചെയ്യുന്നത്. അടുത്ത ഫിഗർ ബഡ്സ് ഇൻ ഹൈഡ്ര. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ഹൈഡ്രയിൽ ബഡ്ഡിംഗ് ആണ് നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു ബഡ് ഫോർമേഷൻ ഉണ്ടായി, ഒരു ഔട്ട് ഗ്രോത്ത് ഉണ്ടായി, പിന്നീട് അത് വളർന്ന് മറ്റൊരു ഹൈഡ്ര ആയിട്ട് ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഫോർത്ത് വൺ ഈസ് ജെമ്യൂൾസ് ഇൻ സ്പോഞ്ച്. എന്താണ് ജെമ്യൂൾസ്? ദർ എൻഡോജീനസ് ബഡ്സ്, അതായത് ഉള്ളിലുണ്ടാവുന്ന ബഡ്സ് ആണ്. ഇത് പിന്നീട് പുതിയ ഓർഗാനിസം ആയിട്ട് മാറുന്നു. ജെമ്യൂൾസ് ഉണ്ടാവുന്നത് സ്പോഞ്ചസിലാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ ഒരു 4 ഓർഗാനിസത്തിന്റെ
മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ് ഈ ഒരു സ്ലൈഡിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓർക്കുക, ക്ലാമിഡോമോണാസിൽ സൂസ്പോസ് ആണ്, മൊട്ടൈൽ ആണ്, മൈക്രോസ്കോപ്പിക് സ്ട്രക്ചേഴ്സ് ആണ്, ദ ഡെവലപ്പ് ഇൻടു ന്യൂ ഓർഗാനിസംസ്. നെക്സ്റ്റ് വൺ കൊണീഡിയ ആണ്, നോൺ മൊട്ടൈൽ ആണ്, എക്സോജീനസ്ലി പ്രൊഡ്യൂസ്ഡ് ആണ്. എന്തിലാണ്? പെൻസിലിയത്തിലാണ് കൊണീഡിയ ഉള്ളത്. നെക്സ്റ്റ് വൺ ഈസ് ബഡ്ഡിങ്. ഹൈഡ്രയിലുള്ള ഒരു മെത്തഡാണ് ബഡ്ഡിങ്. നമ്മൾ ഈസ്റ്റിന്റെ കാര്യത്തിലും പറഞ്ഞിരുന്നു. ഇനി ലാസ്റ്റ് ഫിഗർ സ്പോഞ്ചസ്, ജെമ്യൂൾ ഫോർമേഷൻ ആണ്. എന്താ? എൻഡോജീനസ് ബഡ്സ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇതാ ഇവിടെ ഒരു ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടേബിൾ നിർബന്ധമായിട്ട് പഠിക്കുക. കാരണം ഏതൊക്കെ ഓർഗാനിസത്തിൽ ഏത് മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണെന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. സോ ദ ഫസ്റ്റ് കോളം കാണിക്കുന്നത് മോഡ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷനും പിന്നെ അതിന്റെ എക്സാമ്പിൾസുമാണ്. അപ്പൊ നോക്കുക, സെൽ ഡിവിഷൻ എന്തിലാണ്? നമ്മൾ പറഞ്ഞല്ലേ, മൊണീറാസ് ആൻഡ് പ്രൊട്ടിസ്റ്റുകളിലാണ് സെൽ ഡിവിഷൻ വഴി റീപ്രൊഡക്ഷൻ നടക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ബൈനറി ഫിഷൻ. എവിടെയൊക്കെയായിരുന്നു? അമീബയിലും പാരമീസിയത്തിലും. ബഡ്ഡിങ്ങോ? ബഡ്ഡിങ് നടക്കുന്നത് ഹൈഡ്രയിലും ഈസ്റ്റിലും. സൂസ്പോ ഫോർമേഷൻ ക്ലാമിഡോമോണാസ്, കൊണീഡിയ ഫോർമേഷൻ പെൻസിലിയം, ജെമ്യൂൾ ഫോർമേഷൻ സ്പോഞ്ചസ്. അപ്പൊ നമുക്കറിയാലേ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനെ കുറിച്ച് പഠിക്കാം. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും ഒരു അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. പക്ഷെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ? ദ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ് ഈസ് ടേംഡ് ആസ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ദ റീജനറേഷൻ ഓഫ് എ പ്ലാന്റ് ഫ്രം എനി വെജിറ്റേറ്റീവ് പാർട്ട് ഓഫ് എ പ്ലാന്റ് ഈസ് കോൾഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അപ്പൊ എന്താണ്? പ്ലാന്റ്സിന്റെ കാര്യത്തിലാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഉണ്ടാവുന്നത്. ഒരു പ്ലാന്റിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിൽ നിന്ന് പുതിയ ഒരു ചെടി ഡെവലപ്പായി വരികയാണെങ്കിൽ അതിനെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയാം. നമുക്കറിയാലോ, നമ്മുടെ അമ്മമാരൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴാണെങ്കിലും ഒരു ചെമ്പരത്തിയുടെ കമ്പ് അല്ലെങ്കിൽ ഒരു റോസാ ചെടിയുടെ കമ്പ്, അതൊരു വീക്ക്നെസ് ആണ്. എൻ്റെ അമ്മയൊക്കെ അങ്ങനെയാ. അപ്പൊ എന്താ, അത് കൊണ്ടുവന്ന് നട്ട് മറ്റൊരു പ്ലാന്റ് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് അല്ലേ. അതുപോലെ നമുക്കറിയാം, എന്താ, ഇപ്പൊ ഇലമുളച്ചി എന്ന ചെടി, അതിന്റെ ലീഫിൽ നിന്ന് തന്നെ പുതിയ റൂട്ട് ഫോർമേഷൻ ഒക്കെ നടന്ന് പുതിയ പുതിയ പ്ലാന്റ് ഉണ്ടാവും. അങ്ങനെ ഓരോ പ്ലാന്റിനും ഓരോ രീതിക്കുള്ള വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരു ഫിഗർ നോക്കാം. അതിൽ ഓരോ ഓർഗാനിസത്തിൻ്റെയും ഓരോ പ്ലാന്റിൻ്റെയും വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ മെത്തേഡ്സ് കൊടുത്തിട്ടുണ്ട്. നോക്കാം അല്ലേ. അപ്പോൾ എന്താണ് ഫസ്റ്റ് ഫിഗർ? ഫസ്റ്റ് ഫിഗർ ഒരു പൊട്ടറ്റോ ട്യൂബർ ആണല്ലേ. എന്താ ഈ ട്യൂബർ? ട്യൂബർ എന്ന് പറയുന്നത് ശരിക്കും ഒരു സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്. സ്വെല്ലൻ എൻഡ് ഓഫ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണ് ട്യൂബർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, പൊട്ടറ്റോയിലൊക്കെ നമുക്കറിയാം, പൊട്ടറ്റോ അതൊരു സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്. ആക്ച്വലി അണ്ടർഗ്രൗണ്ട് സ്റ്റെം സ്വെല്ല് ചെയ്തിട്ടാണ് ട്യൂബേഴ്സ് ഫോം ചെയ്യുന്നത്. ദ ഐ ഓഫ് പൊട്ടറ്റോ ഇസ് ദ ബഡ് ഫ്രം വിച്ച് ന്യൂ പ്ലാന്റ്സ് എമർജസ്. അപ്പൊ നമുക്കറിയാലേ, പൊട്ടറ്റോയുടെ ചില ഇങ്ങനെ കിളുത്ത് നിൽക്കുന്ന കാണല്ലേ, ആ ഒരു ഐ ഓഫ് പൊട്ടറ്റോ എന്ന് പറയും. അതിൽ നിന്നാണ് പുതിയ പുതിയ പ്ലാന്റ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മോഡ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷനെ ആണ് ട്യൂബർ എന്ന് പറയുന്നത്. ഓർക്കുക, അതൊരു സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്. അണ്ടർഗ്രൗണ്ട് സ്റ്റെം സ്വെൽ ചെയ്തിട്ടാണ് ട്യൂബേഴ്സ് ഫോം ചെയ്യുന്നത്. എക്സാമ്പിൾ പൊട്ടറ്റോ ആണ്. ഓക്കെ, രണ്ടാമത്തെ ഫിഗർ ആണ് റൈസോം ഇൻ ജിഞ്ചർ. എന്താണ് റൈസോം? ഹൊറിസോണ്ടലി ഗ്രോയിങ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണ് റൈസോം. അപ്പോൾ ഓർക്കുക, ട്യൂബറും റൈസോമും അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിന്റെ മോഡിഫിക്കേഷൻ ആണ്. റൈസോം ഉള്ളത് എന്തിലൊക്കെയാണ്? ജിഞ്ചർ ആൻഡ് ബനാന. ജിഞ്ചർ നമുക്കറിയാം അല്ലെ, സിഞ്ചിബെറേസിയ ഫാമിലി. ജിഞ്ചറിൽ ഒരു ഹൊറിസോണ്ടലി ഗ്രോ ചെയ്യുന്ന ഒരു അണ്ടർഗ്രൗണ്ട് സ്റ്റെം, അതിൽ നിന്നാണ് പുതിയ മുള പൊട്ടി പൊട്ടി പുതിയ പുതിയ ജിഞ്ചർ ഗ്രോ ചെയ്യും. അതുപോലെ വാഴത്തട, നമ്മുടെ വാഴയുടെ ആ താഴെയുള്ള ഒരു ഭാഗം, അതിൽ നിന്ന് പുതിയ വാഴത്തൈകൾ ഉണ്ടാവും. അപ്പോൾ ഓർക്കുക, അത് റൈസോമാണ്. അതും ഒരു അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിന്റെ മോഡിഫിക്കേഷൻ ആണ്. മൂന്നാമത്തെ ഫിഗർ ആണ് ബൾബിൽ ഓഫ് അഗേവ്. അപ്പൊ അഗേവിന്റെ കാര്യത്തിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ബൾബിൽ എന്ന ഒരു അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. നെക്സ്റ്റ് വൺ നോക്കൂ, ലീഫ്
ബഡ്സ് ഓഫ് ബ്രയോഫില്ലം. ബ്രയോഫില്ലത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ, ആ ഒരു ലീഫിന്റെ സൈഡിൽ നിന്ന് തന്നെ ബഡ് ഫോർമേഷൻ ഉണ്ടാവുകയും പിന്നീട് അത് റൂട്ടൊക്കെ ഫോം ചെയ്ത് ആ ഒരു ലീഫിൽ നിന്ന് തന്നെ അടുത്തടുത്ത പ്ലാന്റ് ഉണ്ടാവും. ഇലമുളച്ചിയുടെ ഒക്കെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞല്ലേ. അപ്പോൾ ഓർക്കുക, ബ്രയോഫില്ലത്തിന്റെ കാര്യത്തിൽ ലീഫ് ബഡ്സ് ആണ്. നെക്സ്റ്റ് വൺ നോക്കൂ, ഓഫ്സെറ്റ്സ് ഓഫ് വാട്ടർ ഹയാസിന്ത്. വാട്ടർ ഹയാസിന്ത് നമുക്കറിയാം അല്ലേ, ഞങ്ങളുടെ നാട്ടിൽ കപ്പപ്പോള എന്ന് പറയും, അവിടെ എന്താ പറയാ, ആ ഒരു പായലിന്റെ ഒരു വെറൈറ്റിയാണ്, അതൊരു എക്സോജീനസ് വെറൈറ്റിയാണ്. അപ്പോൾ ഒരു ബ്ലൂ കളറിലെ ലീവ്സ് ഒക്കെ ആയിട്ട് അടുത്ത ഒരു ഫിഗറിൽ നമ്മൾ പിക്കിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് സ്പ്രെഡ് ആവും, ഇതിങ്ങനെ പെട്ടെന്ന് വളർന്ന് വരും. അത് ആ ഒരു ഓഫ്സെറ്റിൽ നിന്നാണ് ഇത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അതും ഒരു അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. അടുത്ത ടേബിൾ കൊടുത്തിട്ടുണ്ട്, ടൈപ്പ് ഓഫ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും അതിന്റെ എക്സാമ്പിൾസുമാണ്. ഈ നേരത്തെ തന്ന ടേബിളും ഈ ഒരു ടേബിളും ഇമ്പോർട്ടൻ്റ് ആയിട്ടും പഠിക്കണം. ഇതിൽ നിന്ന് ഇത് മാത്രം പഠിച്ചാൽ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഫസ്റ്റ് വൺ ഈസ് റണ്ണർ. റണ്ണർ ഒരു ടൈപ്പ് ഓഫ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണ്. എന്താണ് റണ്ണർ? ക്രീപ്പിംഗ് സബ് ഏരിയൽ സ്റ്റെം ആണ് റണ്ണേഴ്സ്. എന്തൊക്കെയാണ്? ഗ്രാസസ്, അതുപോലെ സെൻഡല്ല, മിൻഡ്, അതിൻ്റെയൊക്കെ കാര്യത്തിലാണ് റണ്ണേഴ്സ് ഉള്ളത്. അതായത് ഇപ്പോൾ സെൻഡല്ല, കുടകൾ എന്ന് പറയും, അതിൻ്റെയൊക്കെ കാര്യത്തിലാണ് ഈ ഒരു ക്രീപ്പിംഗ് സബ് ഏരിയൽ സ്റ്റെം ആണ്. അതും ഒരു സ്റ്റെം മോഡിഫിക്കേഷൻ ആണെന്ന് ഓർക്കുക. നെക്സ്റ്റ് വൺ ഈസ് സക്കർ. സക്കർ എന്താണ്? അതും ഒരു സബ് ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്. എന്തിലൊക്കെ കാണും? ഹെർബ്സിന്റെ കാര്യത്തിൽ, ചില ഹെർബ്സ് അതുപോലെ ഗ്രാസസിലൊക്കെ സക്കേഴ്സ് ഉണ്ടാവും. അതാണ് അതിന്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന്റെ മോഡ്. നെക്സ്റ്റ് വൺ ഈസ് ട്യൂബേഴ്സ്. നമ്മൾ പറഞ്ഞല്ലേ പൊട്ടറ്റോയുടെ ഒക്കെ കാര്യത്തിൽ ആ ഒരു സ്വെല്ലൻ അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണ് ട്യൂബറായിട്ട് രൂപാന്തരപ്പെടുന്നത്. നെക്സ്റ്റ് വൺ ഈസ് റൈസോം. റൈസോം നമ്മൾ പറഞ്ഞു ജിഞ്ചർ ആൻഡ് ബനാന, അതും ഒരു അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്. പിന്നെ ഓഫ്സെറ്റ്. ഓഫ്സെറ്റ് വാട്ടർ ഹയാസിന്ത് അഥവാ ഐക്കോർണിയ, ഇതിൽ കാണപ്പെടും, വളരെ ഈസിലി സ്പ്രെഡ് ആവും. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത സ്ലൈഡിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഈ എക്സാമ്പിൾസും ഏത് ടൈപ്പ് ഓഫ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണെന്നും കൃത്യമായി പഠിച്ചു വെക്കുക. ഓക്കെ, ടെറർ ഓഫ് ബംഗാൾ. എന്താണ് ടെറർ ഓഫ് ബംഗാൾ എന്ന് യൂഷ്വലി ചോദിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അത് സെപ്പറേറ്റ് ഒരു സ്ലൈഡായിട്ട് പറയുന്നത്. നമ്മുടെ വാട്ടർ ഹയാസിന്ത് അല്ലെങ്കിൽ ഐക്കോർണിയ, അതിന് തന്നെയാണ് ടെറർ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത്. എന്താന്ന് വെച്ചാൽ ഇതൊരു അക്വാട്ടിക് പ്ലാന്റ് ആണ്, ഒരു എക്സോജീനസ് വെറൈറ്റിയാണ്, നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നതാണ്. ഇത് ഭയങ്കര സ്പീഡിൽ സ്പ്രെഡ് ആവും. എങ്ങനെ? ജസ്റ്റ് ഒന്ന് ഒരു വാട്ടർ ബോഡിയിൽ അത് ഗ്രോ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, കായൽ മുഴുവൻ ഇങ്ങനെ നിറഞ്ഞു കിടക്കും. അപ്പോൾ ഇത് സ്പ്രെഡ് ആവുന്നത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വഴിയാണ്, ഓഫ്സെറ്റ് ഫോർമേഷൻ വഴിയാന്ന് പറഞ്ഞു. ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രീപ്പർ വിത്ത് ഷോർട്ട് ആൻഡ് തിക്ക് ഇന്റർനോട്ട്സ് ആണ്. നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, ആ ഒരു ഓഫ്സെറ്റ് ഫോർമേഷൻ ഭയങ്കര സ്പീഡിൽ നടക്കും. ഇതിന്റെ ഒരു കുഴപ്പം, അല്ലെങ്കിൽ ഇതിനെ ഒരു ടെറർ ഓഫ് ബംഗാൾ എന്ന് വിളിക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ഇറ്റ് കോസസ് ഡിപ്ലീഷൻ ഓഫ് ഓക്സിജൻ ഇൻ വാട്ടർ. വെള്ളത്തിലുള്ള ഓക്സിജന്റെ അളവ് കുറയ്ക്കും. എങ്ങനെ? ആ ഒരു ഓക്സിജൻ ഡിപ്ലീഷന് കാരണമാകും. ഇതുമൂലം അൾട്ടിമേറ്റ്ലി എന്ത് സംഭവിക്കും? നമ്മുടെ വെള്ളത്തിലുള്ള മറ്റ് ഓർഗാനിസംസ് ഉണ്ടല്ലോ, ഫിഷസ്, അതുപോലെ മറ്റ് വാട്ടർ ബോഡീസിലുള്ള ഓർഗാനിസത്തിൻ്റെയൊക്കെ ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യും. കാരണം ഓക്സിജൻ ഇല്ല, ഓക്സിജൻ ഡിപ്ലീഷൻ സംഭവിക്കുന്നു. അപ്പോൾ അതൊരു വാട്ടർ പൊല്യൂട്ടൻ്റ് കൂടിയാണ്, ഓക്സിജൻ ഇല്ലാണ്ടാക്കുന്ന ഒന്നാണ്. സോ അതുകൊണ്ടാണ് ഇതിനെ ടെറർ ഓഫ് ബംഗാൾ എന്ന് വിളിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഓർക്കേണ്ട കാര്യങ്ങൾ, ഓഫ്സെറ്റ് ആണ് ഇതിന്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ മോഡ് എന്ന് പറയുന്നത്. ഓഫ്സെറ്റ് ഫോർമേഷൻ ആണ് ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. എന്താണ്? ക്രീപ്പർ വിത്ത് ഷോർട്ട് ആൻഡ് തിക്ക് ഇന്റർനോട്ട്സ് ആണ്. ഇത് എന്തുകൊണ്ടാണ് ടെറർ ഓഫ് ബംഗാൾ എന്ന് വിളിക്കപ്പെടുന്നത്? ഇത് ഓക്സിജൻ ഡിപ്ലീഷന് കാരണമാവുകയും അതുവഴി വാട്ടർ ബോഡീസിലുള്ള മറ്റ് ജീവജാലങ്ങളുടെ ജീവന് ഭീഷണിയാവുകയും ചെയ്യുന്നു. അപ്പോൾ ടെറർ ഓഫ് ബംഗാൾ തീർച്ചയായിട്ടും പഠിച്ചു വയ്ക്കുക. വാട്ടർ ഹയാസിന്ത് ആണ് അല്ലെങ്കിൽ ഐക്കോർണിയ, ഈ രണ്ട് പേരുകളും പഠിച്ചു വയ്ക്കുക. ടെറർ ഓഫ് ബംഗാൾ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. ഇന്ന് വളരെ ചെറിയ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് ആണ് വളരെ ചെറിയൊരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളുടെ സജഷൻസ് ഒക്കെ അറിഞ്ഞിട്ട് ഇമ്പ്രൂവ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തൊക്കെ കറക്ഷൻസ് വേണം, എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ്സ് വേണം എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. അതിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താം. പിന്നെന്താ, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.